ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്നും അതിന്റെ കമ്പോണൻസ് എന്താണെന്നും മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ഒരു വീട്ടിൽ അതിന്റെ വരവ് ചിലവ് കണക്കുകൾ എഴുതി വെക്കുന്നതിന് വേണ്ടി ഒരു പുസ്തകം സൂക്ഷിക്കുന്ന പോലെ ഒരു രാജ്യത്തിന്റെ വരവ് ചിലവുകൾ ഇത് എഴുതി വെക്കുന്നതിന് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് ചില അക്കൗണ്ട്സുകളുണ്ട്. ഓക്കെ, അപ്പം ഈ അക്കൗണ്ട്സുകളെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോണത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. അത് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അത് BOP എന്നായിരിക്കും ഞാൻ ഇനി ഇങ്ങോട്ട് പറയാൻ പോകുന്നത്. അതായത് BOP ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻസ്. അതായത് ഒരു രാജ്യം ഒരുപാട് എക്കണോമിക് ട്രാൻസാക്ഷൻ കൊടുക്കൽ വാങ്ങലുകൾ, അത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് വിദേശത്തേക്കോട്ട് ഒരുപാട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനാണ് എക്കണോമിക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് വൺ കൺട്രി, ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് റെസിഡൻസ് ഓഫ് വൺ കൺട്രി എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ താമസിക്കുന്ന റെസിഡൻസും റെസ്റ്റ് ഓഫ് ദ വേൾഡും തമ്മിൽ, റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് ഇന്ത്യയിലെ ആൾക്കാർ മറ്റ് എല്ലാ രാജ്യങ്ങളായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്, യൂഷ്വലി 1 ഇയർ, അതായത് ഒരു വർഷത്തിനുള്ളിൽ നടത്തുന്ന ഈ ട്രാൻസാക്ഷൻ ആണ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ട്രാൻസാക്ഷൻസ് ആണ് ഈ BOPയിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് വരവ് ചിലവ് കണക്കുകൾ ഉണ്ടാവില്ല, അതുപോലെ ഒരു രാജ്യത്തിന്റെ വരവ് ചിലവ് കണക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൽ കാണിക്കുന്നത്, ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കാണിക്കുന്നത് ഹൗ മച്ച് എ കൺട്രി ഏൺസ് ഫ്രം അബ്രോഡ്, വിദേശത്ത് നിന്ന് എത്ര പണം ഏൺ ചെയ്തു എന്നും ഹൗ മച്ച് ഇറ്റ് സ്പെൻഡ്സ് ഓൺ ഫോറിൻ കൺട്രീസ്, അങ്ങോട്ട് വിദേശത്തേക്ക് എത്ര പണം അങ്ങോട്ട് ചിലവാക്കി എന്നുമാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറും കമ്പോണൻസും മനസ്സിലാക്കാം. ഓക്കെ, ദ സ്ട്രക്ചർ ആൻഡ് കമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതായത് മെയിനായിട്ട് ദ BOP ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 മേജർ അക്കൗണ്ട്സ്. 2 മേജർ അക്കൗണ്ട്സ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ആണ്. ഓക്കെ, ഈ കറണ്ട് അക്കൗണ്ടിലെ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്, വിശദമായിട്ട് പറയാൻ കേട്ടോ. അതായത് ദ കറണ്ട് അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഗുഡ്സ്, സർവീസസ്, ഇൻകം ആൻഡ് ട്രാൻസ്ഫേഴ്സ്. സാധനങ്ങൾ, സേവനങ്ങൾ, രാജ്യത്തിന് കിട്ടുന്ന വരുമാനം, മറ്റ് ട്രാൻസ്ഫറുകൾ, ഇതെല്ലാമാണ് ഏതിൽ കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. ഇനി ഞാൻ കറണ്ട് അക്കൗണ്ട്സിലെ ഈ കമ്പോണൻസ് ഓരോന്നോരോന്നായിട്ട് പറയാൻ പോവുകയാണ്. അതിൽ ആദ്യത്തേത് ട്രേഡ് ഇൻ ഗുഡ്സ് ആണ്. അതായത് വിസിബിൾ ഐറ്റംസ്. അതായത് എന്താണ് വിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ്? ഇപ്പോൾ പെട്രോള്, ഇപ്പം കൽക്കരി, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീൽ, ഇങ്ങനെയുള്ള വിസിബിൾ ആയിട്ടുള്ള കാണാൻ കഴിയും, തൊടാൻ പറ്റുന്ന ഐറ്റംസിന്റെ എക്സ്പോർട്ടിനെയാണ് എന്ന് പറയുന്നത്, എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെയാണ് എന്ന് പറയുന്നത് ട്രേഡ് ഇൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അത് കറണ്ട് അക്കൗണ്ടിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, ഇപ്പം എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് ആണ്. നമ്മൾ കൂടുതൽ കയറ്റുമതിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ പ്ലസ് ആണ്, ആഡ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ വിദേശ വരുമാനം ഇങ്ങോട്ട് കിട്ടുകയാണ്, സാധനം വിൽക്കാൻ പൈസ കിട്ടുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇറക്കുമതിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പൈസ അങ്ങോട്ട് പോവുകയാണ്, അവിടെ മൈനസ് ആണ് വരുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ മൈനസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ദിസ് ഈസ് കോൾഡ് ദ ബാലൻസ് ഓഫ് ട്രേഡ്. അതായത് ഈ ട്രേഡ് ഇൻ ഗുഡ്സിനെ മാത്രം വിളിക്കുന്ന പേരാണ് ബാലൻസ് ഓഫ് ട്രേഡ്. അതായത് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഒരു പോർഷൻ ആണ്. ഓക്കെ, അതായത് ഗുഡ്സ് മാത്രം ഇവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ഓഫ് ട്രേഡിലാണ് വരുന്നത്. ഓക്കെ, ഇഫ് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്, കൂടുതൽ എക്സ്പോർട്ടും കുറച്ചാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രേഡ് സർപ്ലസ് ആണ്. കാര്യം കൂടുതൽ നമുക്ക് പണം ഇങ്ങോട്ട് കിട്ടുകയാണ്, സർപ്ലസ് കിട്ടുകയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്, കൂടുതൽ ഇറക്കുമതി കുറച്ച് കയറ്റുമതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഓക്കെ, നമുക്ക് കൂടുതൽ പണം അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നു, നമ്മൾ കിട്ടുന്ന പണം കുറവാണ്, അല്ലേ? അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് ട്രേഡ് ഇൻ സർവീസ്. നേരത്തെ ട്രേഡ് ഇൻ ഗുഡ്സ് പറഞ്ഞു, ഇനി ട്രേഡ് ഇൻ സർവീസ് ഉണ്ട്. നമ്മൾ സേവനങ്ങളും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ ഇൻവിസിബിൾ ഐറ്റംസിലാണ് വരുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നില്ല, സേവനങ്ങളല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? IT സർവീസുകൾ. ഓക്കെ, നമ്മളിപ്പം ഒരു ഔട്ട്സോഴ്സിങ് എടുത്ത്, അതായത് വിദേശത്ത് നിന്ന് ഒരു വർക്ക് എടുത്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? നമ്മൾ സേവനം എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു സർവീസ്, ഒരു ഡേറ്റ അയച്ചു തരുന്ന ഡേറ്റ സോർട്ട് ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് അവർ പൈസ ഇങ്ങോട്ട് തരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്കിന് പൈസ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു നമ്മൾ സേവനം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതാണ്, കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ബാങ്കിങ്. ഓക്കെ, വിദേശ നിക്ഷേപം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താണ്, അവർക്ക് ആ നിക്ഷേപത്തിന് നമ്മൾ പലിശ കൊടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്ക് എന്നിരുന്നാലും നമ്മൾ ആ വിദേശ നാണ്യം നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരികയാണ്. അപ്പോൾ നമ്മൾ സേവനം എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നേരെ തിരിച്ചും അങ്ങോട്ട് സംഭവിക്കാം, ഇമ്പോർട്ട് സംഭവിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ടൂറിസം. ഓക്കെ, ഒരു വിദേശി നമ്മുടെ മണ്ണ് കാണാൻ വിദേശത്ത് നിന്ന് വന്ന് നമ്മുടെ ലാൻഡ് എക്സ്പ്ലോർ
എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടൂറിസം എക്സ്പോർട്ട് ചെയ്യുകയാണ്. നേരെ മറിച്ച് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നമ്മൾ അവരുടെ ടൂറിസം സെക്ടറുകൾ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അത് നമ്മൾ ടൂറിസം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് നിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പണം അങ്ങോട്ട് പോകണം നോക്കിയാൽ മതി. നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പണം ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ പണം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ സർവീസുകളാണ്. ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, ഇന്ത്യ ഫോർ എക്സാമ്പിൾ ഏൺസ് എ ലോട്ട് ഫ്രം IT സർവീസസ് എക്സ്പോർട്ട്. നമ്മൾ IT സർവീസിന് നമുക്ക് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് അറിയാവുന്നില്ല, അതെല്ലാം ഔട്ട്സോഴ്സിങ്ങുകളാണ്. വിദേശത്തു നിന്നുള്ള വർക്ക് എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് സോർട്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ എക്സ്പോർട്ടുകളാണ്, സർവീസ് എക്സ്പോർട്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് IT എക്സ്പോർട്ടിന് പേര് കേട്ട ഒരു മേഖലയാണ് ഇന്ത്യയിലുള്ളത്. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അതായത് പ്രൈമറി ഇൻകം. അതായത് നമ്മൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്? ഇപ്പം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം അബ്രോഡ്. ഓക്കെ, അതായത് നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് പണം കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ടേം ഉണ്ട്, ഓരോ ടേമിലും അവർ നമുക്ക് ഇൻട്രസ്റ്റ് തരണം. ഓക്കെ, അപ്പം ഈ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഇൻകമാണ്. ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്നൊരു കാര്യമാണ്. ഡിവിഡൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതോ അല്ലോ ഇങ്ങോട്ട് കിട്ടുന്നതോ, അത് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് മറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യം നമുക്ക് അവരുടെ ആ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ഡിവിഡൻഡ് ആയിട്ട് തരും. അത് പിന്നെ പ്രോഫിറ്റുകൾ നമ്മൾ അങ്ങോട്ട് വിദേശത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനീസ് കിട്ടുന്ന പ്രോഫിറ്റ് ഇങ്ങോട്ട് വരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് ആണ് പറഞ്ഞത് എക്കണോമിക് ട്രാൻസാക്ഷൻ എന്ന് ആദ്യം പറയുകയുണ്ടായി. എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്നതാണ്. ഇതൊക്കെ ഈ ഇപ്പൊ പറഞ്ഞ ഈ സിയിൽ വരുന്ന ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്ന അടുത്ത ഒരു കമ്പോണന്റ് ആണ്. പിന്നെ പ്രോഫിറ്റ്, പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേജസ് ഫ്രം ഫോറിൻ എംപ്ലോയ്മെന്റ്. ഓക്കെ, നമ്മൾ ഫോറിൻ എംപ്ലോയ്മെന്റ് വിദേശത്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു എംപ്ലോയി വിദേശത്ത് പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് കിട്ടും. ഈ പേയ്മെന്റ് എല്ലാം എന്താണ്? നമ്മുടെ വരുമാനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കമ്പോണൻസ് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കറണ്ട് അക്കൗണ്ടിൽ വരുന്നതാണ്. ഓക്കെ, ഇനി കറണ്ട് അക്കൗണ്ടിൽ വരുന്ന അടുത്ത കമ്പോണന്റ് ആണ് ട്രാൻസ്ഫേഴ്സ്. അത് സെക്കൻഡറി ഇൻകം ആണ്. നേരത്തെ പറഞ്ഞ പ്രൈമറി ഇൻകം അല്ലേ. ഇനി സെക്കൻഡറി ഇൻകം ഉണ്ട് രാജ്യത്തിന് വരുമാനമായിട്ട് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. എന്താണ്? റെമിറ്റൻസസ്. അതായത് മണി സെൻഡ് ബൈ ഇന്ത്യൻസ് വർക്കിംഗ് അബ്രോഡ്. വിദേശത്ത് നിൽക്കുന്നവർ ഇങ്ങോട്ട് പണം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫേഴ്സ് ആണ്. അതായത് വിദേശത്ത് നിന്ന് ഉള്ളവർ ഇന്ത്യയിൽ വർക്ക് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതും ട്രാൻസ്ഫർ ആണ്, അതും ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഗിഫ്റ്റുകൾ, നമ്മൾ വിദേശത്ത് നിന്ന് ഗിഫ്റ്റുകൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അതൊരു കറണ്ട് അക്കൗണ്ടിൽ വരും. പിന്നെ ഡൊണേഷൻസ് റിസീവ് ചെയ്താൽ ഗ്രാൻസ്, ഇതെല്ലാം കറണ്ട് അക്കൗണ്ടിൽ വരുന്നതാണ്. ഓക്കെ, ഇതെല്ലാം മണി ട്രാൻസാക്ഷൻസ് ആണ്. ഇൻ ഇന്ത്യ റെമിറ്റൻസ് ഫ്രം ഗൾഫ് കൺട്രീസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് സെക്ഷൻ. നമുക്കറിയാം ഒരുപാട് ഗൾഫിൽ നമുക്ക് ഒരുപാട് മലയാളികളടക്കം ഇന്ത്യക്കാർ ഒരുപാടുണ്ട് അല്ലേ. അപ്പം ഇത് ട്രാൻസ്ഫേഴ്സ്, ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ റെക്കോർഡ് ചെയ്യുന്ന നല്ലൊരു ഭാഗവും ഗൾഫ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. നേരത്തെ കറണ്ട് അക്കൗണ്ടും അതിലെ കമ്പോണൻസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ദ ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓർ ഡിസ്പോസൽ. അതായത് ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് നമുക്ക് അക്വിസിഷൻ, അതായത് നമ്മൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ക്യാപിറ്റൽ വന്നാലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ ആ ക്യാപിറ്റലിന്റെ അക്വിസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ടുള്ള നിക്ഷേപങ്ങൾ. ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ വിദേശത്തേക്ക് പോണത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടിനെയും ട്രാൻസാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഓഫ് നോൺ പ്രൊഡ്യൂസ്ഡ് ഓർ നോൺ ഫൈനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, നോൺ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. ഓക്കെ, ഇതിന്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫോർഗീവ്നെസ്. അതായത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു രാജ്യം നമ്മളിൽ നിന്ന് കടം മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് എഴുതി തള്ളത്തില്ല, ഇനി അത് അടയ്ക്കേണ്ട എന്നുള്ള ഒരു വ്യവസ്ഥ വെക്കുമ്പോഴാണ് ഡെറ്റ് ഫോർഗീവ്നെസ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റിന്റെ ട്രാൻസ്ഫർ, അല്ല ഇപ്പം ഒരു രാജ്യത്തിന്റെ ഒരു ലാൻഡ് ഏരിയ മറ്റൊരു രാജ്യത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ പേരിലായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അസറ്റ് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. പിന്നെ മെഷീനറീസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങോട്ട് പോകുന്നത്, ടെക്നോളജി ഇങ്ങോട്ട് വരുന്നത്, ഇതെല്ലാം ക്യാപിറ്റലിന്റെ ഫിക്സ്ഡ് അസറ്റിന്റെ ട്രാൻസാക്ഷൻ ആണ്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഇത് ഏത് അക്കൗണ്ടിൽ പോവില്ല? കറണ്ട് അക്കൗണ്ടിൽ പോകത്തില്ല. ഓക്കെ, അത് ഇൻ പ്രാക്ടിക്കൽ ഡിസ്കഷൻസ് മെനി ടെക്സ്റ്റ് ബുക്സ് കമ്പൈൻ ദിസ് വിത്ത് ദ ഫൈനാൻഷ്യൽ അക്കൗണ്ട്. അതായത് ഇത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ ഒരുപാട് ഡിസ്കഷൻസിൽ പോണ ഒരു കാര്യമാണിത്. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ട്. അതായത് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ട് കേട്ടോ. അതായത് ഒരു രാജ്യത്തിന്റെ വികസനത്തിനെ ഏറ്റവും സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണിത്. ഓക്കെ, ദിസ് റെക്കോർഡ്സ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോസ് ബിറ്റ്വീൻ കൺട്രീസ്. അതായത് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നിക്ഷേപങ്ങൾ. ഓക്കെ,
ഉദാഹരണത്തിന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI, വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിലേക്കാണ് പോവുക? ഫൈനാൻഷ്യൽ അക്കൗണ്ടിലേക്കാണ് പോണത്. ഓക്കെ, വെൻ എ ഫോറിൻ കമ്പനി ഇൻവെസ്റ്റ് ഡയറക്ട്ലി ഇൻ ബിസിനസ്, എക്സാമ്പിൾ ടെസ്ല സെറ്റിംഗ് അപ്പ് എ ഫാക്ടറി ഇൻ ഇന്ത്യ. അത് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് കേട്ടോ ഇന്ത്യക്ക്. ടെസ്ലയൊക്കെ ഇന്ത്യയിൽ വന്ന് അവരുടെ ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ GDP നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ്. അപ്പൊ ഇതൊക്കെ ഫൈനാൻഷ്യൽ അക്കൗണ്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, FPI എന്ന് പറയും. ഇത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ FPI എന്ന് പറയുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവർ ബൾക്കായിട്ട് എമൗണ്ട് നമ്മുടെ മണി മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ നേരത്ത് അവർ എടുത്തുകൊണ്ട് പോയി അടുത്ത, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 1 ഇയർ ബിഫോർ എന്താണ് ഇവർ ചെയ്തത്, പിന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മണി വിഡ്രോ ചെയ്തിട്ട് അവർ ചൈനീസ് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചു. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പണത്തിന്റെ നിക്ഷേപങ്ങൾ നടത്തുന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ്, ബോണ്ട്സ് വിത്തൗട്ട് കൺട്രോളിങ് ഓണർഷിപ്പ്. ഓക്കെ, അതായത് ഓണർഷിപ്പ് കൺട്രോൾ ഇല്ലാതെ, അതായത് ജസ്റ്റ് അവർക്ക് എപ്പോഴും അത് പിൻവലിക്കാവുന്ന രീതിയിലുള്ള ആ ഫണ്ടുകളൊക്കെ ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിലേക്കാണ് പോണത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ വരുന്ന മറ്റൊരു കമ്പോണന്റ് ആണ് ലോൺസ് ആൻഡ് ബാങ്കിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതെന്തൊക്കെയാണ്? എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്. ഓക്കെ, അതായത് വിദേശത്ത് നിന്ന് പണം ഇങ്ങോട്ട് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കൊമേഴ്സ്യൽ ബോറോയിങ് നടത്തുന്നത്. അടുത്ത NRI ഡെപ്പോസിറ്റ്. ഓക്കെ, NRI നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഡെപ്പോസിറ്റ് നടത്തുന്നത്. ഓക്കെ, അടുത്ത IMF ലോൺസ്, ഇന്ത്യ ലോൺ എടുത്തു കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയും ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിലേക്ക് പോണ കാര്യങ്ങളാണ്, ഈ ട്രാൻസ്ഫർ ഒക്കെ. എക്സാമ്പിൾ ബോറോയിങ് ഫ്രം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ വരുന്ന അടുത്ത കമ്പോണന്റ് ആണ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിൻറ്റെയിൻഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്, ഇന്ത്യയിലെ RBI. ഓക്കെ, അത് ഇൻ ഇന്ത്യ റിസർവ്സ് ആർ മാനേജ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ഏത് കണ്ടീഷനാണ്? ഇഫ് ദർ ഈസ് ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡെഫിസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിസർവ്സ് ഡിക്രീസ്, അതായത് എന്താണ്, നമ്മുടെ റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ റിസർവ്സ് ഇൻക്രീസസ്. ഓക്കെ, അത് റിസർവ് ഇൻക്രീസ് ചെയ്യുകയാണ്, അതായത് കൂടുതൽ റിസർവ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഞാനീ പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെ പറ്റിയാണ്, അത് വിദേശ നാണ്യത്തെ പറ്റിയാണ്. അത് ഇന്ത്യയുടെ കൈവശം US ഡോളർ, പൗണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ കറൻസീസ് നമ്മുടെ കൈവശം ഉണ്ടാവും. ഇപ്പം പിന്നെ ജപ്പാനീസ് yen ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇത് വെച്ചിരിക്കുന്നത് എന്തിനാണ്? ആ വിദേശ നിക്ഷേപങ്ങൾ, ഇപ്പം ഇത് നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ചൈനയിൽ നിന്ന് സാധനം മേടിക്കണം, അല്ലെങ്കിൽ US നിന്ന് ഇറക്കുമതി കയറ്റുമതിയൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഈ മണി ഉപയോഗിച്ചിട്ട് ആ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് റിസർവ് ആയിട്ട് മറ്റു രാജ്യങ്ങളുടെ കറൻസി നമ്മുടെ കൈവശം വയ്ക്കുന്നത്. ഇനി നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി മനസ്സിലാക്കാം. അതായത് നമുക്കറിയാം ഇതൊരു എല്ലാ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഉണ്ടാവും. നമുക്കറിയാം ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന്. അപ്പം ഈ ഒരു ട്രാൻസാക്ഷനും ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൾവേസ് ബാലൻസസ്, എപ്പോഴും ബാലൻസ് ചെയ്ത് വെക്കാനാണ് ഒരു രാജ്യം ശ്രമിക്കുന്നത്. അതിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും ഇപ്പോൾ ഏതെങ്കിലും ഒരു കറണ്ട് അക്കൗണ്ടിലോ ക്യാപിറ്റൽ അക്കൗണ്ടിലോ ഡെഫിസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് അക്കൗണ്ടുകളിലെ സർപ്ലസ് വെച്ചിട്ട് അത് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആണ് പറഞ്ഞത്. ഒരു ഇക്വേഷന് പറയുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ഫൈനാൻഷ്യൽ അക്കൗണ്ട് പ്ലസ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. ഓക്കെ, അത് എല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 എന്നാണ് ഈ ഇക്വേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. എല്ലാ അക്കൗണ്ടുകളും എന്താണ് തുല്യമായിട്ട്, അതായത് ഡെഫിസിറ്റും സർപ്ലസും ഇല്ലാതെ ബാലൻസ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് എവറി ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഹാസ് 2 സൈഡ്സ്, അത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡ് ഉള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്തെടുക്കുന്ന പോലെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.